നോക്കൂ പ്രിയ പ്രേക്ഷകരെ, സംസ്ഥാനത്ത് ഇന്നത്തെ താപനില ഈ വർഷത്തെ ഏറ്റവും വലിയ താപനില, രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ താപനിലയാണ് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പറയാൻ കഴിയുന്നത്. പാലക്കാട് ജില്ലയിൽ ഈ വേനൽക്കാലത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി 39.9 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്ന് ജില്ലയിൽ അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്ന് പാലക്കാട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള മറ്റു ജില്ലകളിലും നിലവിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. വിവരങ്ങളുമായി സുനിഷ അയലൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിഷ, വലിയ ചൂടാണ് ഇന്ന്. പകലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു തിരുവനന്തപുരത്തുമൊക്കെ? മാത്രമല്ല, ഈ വരും ദിവസങ്ങളിലും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ചൂട് പ്രതീക്ഷിക്കാമോ? മധു, ഉറപ്പായിട്ടും വരും ദിവസങ്ങളിലും നമ്മൾ വേർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ല ചൂടാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ 37-38 ഡിഗ്രിയൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത്തെ 40 ഡിഗ്രിയിലേക്ക് കടക്കുന്നു ചൂട് എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടിയ ചൂട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ റെക്കോർഡ് ചൂടാണ്. 39.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് പാലക്കാട് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സാധാരണ താപനിലയിലേക്കാൾ 2.2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് എന്നുള്ളതാണ്. അവിടെ യെല്ലോ അലർട്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് യെല്ലോ അലർട്ടാണ്. ഒപ്പം തന്നെ വയനാടും ഇടുക്കിയും ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. പുനലൂർ മാത്രം ഇന്ന് 38 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയെന്നും ഈ കണക്കുകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ മറ്റെല്ലായിടത്തും നോക്കുകയാണെങ്കിൽ 37-38 ഡിഗ്രി സെൽഷ്യസും ഒക്കെയാണ് ചൂടുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ തന്നെ പല നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നൽകിയിട്ടുണ്ട്. കൃത്യമായി ചൂടിനെ നമ്മൾ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യണം, അത് സ്വാഭാവികമായും രാവിലത്തെ കാര്യമാണ്. പക്ഷേ മാധു പറഞ്ഞതുപോലെ നമുക്ക് രാത്രിയിലും വലിയ ചൂട് തന്നെയാണ്. അതുകൊണ്ട് പലരും ഇങ്ങനെ എ സിയും ഈ ഫാനും ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും എത്രത്തോളം പ്രതിരോധിക്കാമെന്നാണ്. ഒരു വശത്ത് വൈദ്യുതി ഉപഭോഗം കൂടുന്നുണ്ട്, അതേ രീതിയിൽ തന്നെ ചൂടും ഇങ്ങനെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥിതിയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നേക്ക് നോക്കുമ്പോൾ റെക്കോർഡ് ചൂട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് തന്നെയാണ് ചൂട് 39.9 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിരിക്കുന്നത്. പോയി ജോലി ചെയ്യുന്ന ആളുകളാണ് സുനിഷ. നമ്മളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനിവിടെ സ്റ്റുഡിയോയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ, അതായത് പുറത്തേക്ക് പോകേണ്ടതില്ല എന്ന് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന മനുഷ്യർക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകില്ല. പക്ഷേ പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചും ശാരീരിക അധ്വാനമൊക്കെ വേണ്ടുന്ന ആളുകളൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയാണ്. അതിനിടയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ്. പ്രചാരണം വേണ്ട എന്ന് പറഞ്ഞ് രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും നിൽക്കാൻ കഴിയില്ലല്ലോ. അണികളും നേതാക്കളും സംവിധാനങ്ങളും എല്ലാം ഈ നട്ടപ്പൊരി വെയിലാണ് പണിയെടുക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് അവരുടെ ഒരു എഫോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ?